ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീസണിങ്ങിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതും നമ്മൾ ഒരു മോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ഫുള്ള് കണ്ട് അതനുസരിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഉറപ്പായിട്ടും റീസണിങ് നല്ലൊരു സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് LIM ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡർ 3 of the following 4 letter clusters are alike in certain way, this form a group. Which cluster does not belong to the group? എന്ന് പറഞ്ഞാൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇച്ചിരി നീട്ടി കൊടുത്തേക്കുന്നതേ ഉള്ളൂ, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തന്നേക്കുന്ന വാല്യൂസ് എന്താ? ഓഡ് വൺ ഔട്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ നമ്പർ കൺസണന്റ് വവൽസ് പൊസിഷൻ. അപ്പം നമ്പർ ആവണം, കൺസണന്റ് ആവണം ഒന്നും, കൺസണന്റോ വവൽസ് ആവണമെന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടല്ല. തന്നേക്കുന്നതിൽ ഒരു വവലുണ്ട്, അപ്പോൾ അതെൻ്റെ ആൻസർ എന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. തന്നേക്കുന്നതിൽ ഫുള്ള് കൺസണൻ്റ് ആണ്, അതെൻ്റെ ആൻസർ എന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് വേറെ നമ്മൾ കണ്ടുപിടിക്കണം, അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ LIM. ഓക്കെ, അപ്പോൾ ഇവിടെ I വെച്ചിട്ടാണ് തുടങ്ങുന്നത്. IJKLM അല്ലേ എന്ന് പറഞ്ഞാൽ I കഴിഞ്ഞിട്ട് ജെയും കെയും കഴിഞ്ഞിട്ടാണ് L വരുന്നത്. ഓക്കെ, L കഴിഞ്ഞ ഉടനെ M. ഇങ്ങനെയാണ് പാറ്റേൺ. ഇനി അടുത്ത് ഇവിടുത്തെ നോക്കാം. Y കഴിഞ്ഞിട്ട് XY Z A കഴിഞ്ഞിട്ട് B വരുന്നു, B കഴിഞ്ഞിട്ട് C വരുന്നു. ഓക്കെ, രണ്ട് പാറ്റേൺ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് N ആകുമ്പോൾ OPQ കഴിഞ്ഞിട്ട് R. ഇനി അടുത്തത് G BCDFG HI എന്ന് വന്നേക്കുന്നു. I നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്താണ്? IGJ ആണ് നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ക്വസ്റ്റ്യനോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ആവുന്നു നോക്കട്ടെ. ഓക്കെ ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യനെ പോകുന്നതിന് മുമ്പ് നമ്മൾ GDക്കാർക്ക് വേണ്ടി ഒരു 30-day കോഴ്സ് ചെയ്യുന്നുണ്ട്. അതും 499 ആണ്. നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 30 days കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിലും എല്ലാം ഒരുവിധം കവർ ചെയ്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ വർത്തായിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസയൊന്നുമില്ല, നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസയൊന്നും കുറച്ചും കൂടെ ഒരു 100 രൂപ കൂടുതൽ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 30 ദിവസം കൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതേപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതും 30 ദിവസം കൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫിഗർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഏത് ഫിഗർ വരും, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡോട്ട് ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ചു പൊക്കി. ഇവിടെ ഡോട്ട് വന്നു, ഡോട്ട് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുന്നു, ഡോട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഡോട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇവിടെ സ്ക്വയർ ആയിരുന്നു, സ്ക്വയർ ഇവിടെ തന്നെ വീണ്ടും ഇരിക്കുന്നു, സ്ക്വയർ പിന്നെ എങ്ങോട്ടാണ് നീങ്ങിയത്? ഇങ്ങോട്ട് പോയി. നമ്മുടെ ഡോട്ട് ആണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് താഴോട്ട് ഇറങ്ങി, സ്ക്വയർ ആണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ഈ ഒരു സിമ്പിൾ ആണെങ്കിൽ ഇവിടെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ അത് എത്ര എണ്ണമായിട്ട് മാറി? 4 എണ്ണമായിട്ട് മാറി. ഇവിടെ ഈ ഡോട്ടിനും സ്ക്വയറിനും പൊസിഷൻ ചേഞ്ച് ഇല്ല, പക്ഷേ സ്ക്വയറിൻ്റെ എണ്ണം മാത്രം, ഈ സിമ്പിളിൻ്റെ എണ്ണം മാത്രം മാറി. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായത് ഇവിടെ 3 മാറി, ഇവിടെ 4 വന്നു. അപ്പോൾ ഇനി അടുത്ത സംഭവിക്കുന്ന എന്തായിരിക്കും? ഇതിൻ്റെ പൊസിഷൻ മാറി എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇങ്ങോട്ട് വന്നു ആണല്ലോ. ഇതിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ആ ഒരു സർക്കിള്
താഴോട്ട് പോയി ഇത് ഇങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇടിച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി, ഇതിനെ ഇടിച്ച് ഇപ്പുറത്തോട്ട് ഇറക്കി. ഇതാണ് സംഭവം. ഓക്കെ, എന്തായാലും ഇനി എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഡോട്ട് ഇനി ഇപ്പോ എന്തോ ആയിരിക്കും ചെയ്യുന്നത്? ആദ്യത്തെ കേസില് 3 എണ്ണം ആയിരുന്നത് ഇവിടെ 2 എണ്ണമായി. പിന്നെ അവര് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തു. ഇനി നമ്മുടെ ഡോട്ട് എങ്ങോട്ടൊക്കെ പോകാനായിരിക്കും ചാൻസ്? എന്തായാലും തിരിച്ചൊന്ന് കയറി പോകത്തില്ല. അപ്പൊ ഇതെന്തായാലും വരത്തില്ല. ഇനി നമ്മൾ നോക്കുമ്പോഴ് ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇവിടെ എവിടെയും വ്യത്യാസം ഇല്ലായ്മയില്ല, ഒരു ചെറിയ മാറ്റം. ഒന്നുകിൽ ഇതിന്റെ എണ്ണത്തിൽ മാറ്റം വരും, അല്ലെങ്കിൽ ഈ സ്ക്വയറും ഡോട്ടും മാറിയിട്ടുണ്ടാവും. ഇതിലൊരു വ്യത്യാസവും കാണുന്നില്ല, അതുകൊണ്ട് ഇതും വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഡോട്ട് സ്ക്വയറിനെ മറികടന്ന് ഇവിടെ എത്തിയേക്കുന്നു. അതും പറ്റത്തില്ല. ഡോട്ട് ഇതിങ്ങോട്ട് വരുവാണെങ്കിൽ ഡോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ഇത് മുകളിലോട്ട് കയറത്തേ ഉള്ളൂ, ഡോട്ട് താഴെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇതുമല്ല നമ്മുടെ ഉത്തരം. അപ്പൊ ആൻസർ എന്താ? ഇതാണ് ഓപ്ഷനായിട്ട് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് 4 എണ്ണേ ഉള്ളൂ. 4 എണ്ണം ഇനിയിപ്പോൾ എത്ര എണ്ണം ആയിട്ട് മാറുന്നു? ഒരെണ്ണം കൂടെ അഡീഷണൽ വരുന്നു. ഒരെണ്ണം കൂടെ അഡീഷണൽ വന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? ആ ഡോട്ട് അഡീഷണൽ വരുന്ന കേസിനെല്ലാം ഡോട്ടും സ്ക്വയറും മാറുന്നില്ല. അപ്പൊ ഡോട്ടും സ്ക്വയറും ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും. ഓക്കെ, ക്ലിയർ ആയോ? പോകുന്ന പാറ്റേൺ മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വൃത്തിയായിട്ട് നോക്കി നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിക്കോളും. ഇതിനൊന്നും പറഞ്ഞു തരാനായിട്ടൊന്നുമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. In certain code language, CAF is coded as 7904. കാഫിനെ നമ്മൾ 7904 എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. ഫേസിനെ ആണെങ്കിലോ 0489 എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോഡ് ഫോർ ഇ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? അപ്പോൾ ഈയുടെ കോഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത് രണ്ടും നോക്കുമ്പോൾ ഈ ഇവിടെയാണുള്ളത്, സി ഇവിടെ രണ്ടിലുമുണ്ട്, എ ഇവിടെ രണ്ടിലുമുണ്ട്, എഫ് ഇവിടെ രണ്ടിലുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ലെറ്റേഴ്സ് ഒരു 3 ലെറ്റേഴ്സ് ഇവർ തമ്മിൽ കോമൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ 9 പോയി, ഇവിടെ രണ്ടും കോമൺ 9. അപ്പൊ ഇ എന്ന് പറയുന്ന 9 അല്ല. 0 ഇവിടെ ഉണ്ട്, 0 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. ഇവിടെ ഓഡ് 1 ആയിട്ട് എല്ലിന്റെ വാല്യൂ 7ഉം ഇയുടെ വാല്യൂ എത്ര? 8. ഇയുടെ വാല്യൂ അല്ലേ ചോദ്യം? അപ്പൊ അതെന്താണ്? 8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ എക്സ് യു വൈ സെഡ് is related to WTXY in a certain way on English alphabetic order. അതേപോലെ തന്നെ EBFG is related to DAEF. To which of the following does DAEF related in the same logic? അപ്പോൾ DAEF ഏതുമായിട്ട് റിലേഷൻ വരും? നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എക്സ് വന്നു, ഇവിടെ വൈ വന്നു. അപ്പൊ ഡയഗണലി ഒന്ന് ചിന്തിച്ചു നോക്കുക, എക്സ് വൈ. അപ്പോ ഇവിടെ ഡയഗണലി പറ്റുന്നുണ്ടോ നോക്കുക, ഇ എഫ്. അപ്പോ ഇവിടെയും ഡി എ ബി സി ഡി ഇ ആയിരിക്കും ഡയഗണലി ഓപ്പോസിറ്റ്. ഇ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 1 2 3. അപ്പൊ 3 ഓപ്ഷൻ ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അടുത്തത് ഡബ്ല്യു ഇസഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഡബ്ല്യു ഇസഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് +1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡബ്ല്യു എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ +3 ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇസഡ് എന്ന് ഒരു -3 ചെയ്താലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡിന്ന് +3 ചെയ്യണം, അല്ലെങ്കിൽ ജിന്ന് -3 ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇനി ഫ്രണ്ട് നോക്കിയിട്ട് കാര്യമില്ല, സി 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 തന്നെയാണ് വരുന്നത്. ഇവിടെ പാറ്റേൺ ജസ്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. സി +3 ചെയ്യുമ്പോൾ എഫ്, ബി സി ഡി ഇ എഫ് +3 ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 നമ്മൾ ഇനി രണ്ടാമത്തേത് നോക്കുക. യു കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ടി, എലമെന്റ് പി ക്യു ആർ എസ് ടി യു എന്ന് പറഞ്ഞാൽ ടിന്ന് യുയിലോട്ട്
+1 ആണ്, എന്ന് ബിയിലോട്ട് +1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വാല്യൂസ് നോക്കിക്കേ. ഇസഡിന്ന് എയിലോട്ട് വരണം. ഇസഡിന്ന് എയിലോട്ട് +1 തന്നെയല്ലേ, +1 അല്ലേ നമ്മുടെ പാറ്റേൺ. അപ്പൊ ഇസഡിന്ന് എയിലോട്ട് ആകുമ്പോൾ +1. അപ്പോ ഇതും മാത്രമേ നമുക്ക് വരത്തുള്ളൂ, ഈ രണ്ടെണ്ണം. ഇനി അടുത്തത് ഏതാ? y. x y ആണ് എന്ന് പറഞ്ഞാൽ താഴേന്ന് മുകളിലോട്ട് +1 ആണ്. ഓക്കെ. ഇനി അടുത്തത് ഈ f ആണ്, താഴേന്ന് മുകളിലോട്ട് +1 ആണ്. അപ്പോ ഇവിടെ നിന്നും ഇത് രണ്ടെന്ന് നോക്കിക്കേ, ഈ f ഈ വരണം, സി ഡി ആണ് വരുന്നത്, ഇത് പറ്റത്തില്ല. ഡി ഇ, എ ബി സി ഡി ഇ വരത്തില്ലേ? അപ്പോൾ ഡി എന്ന് +1 ചെയ്യുമ്പോഴാണ് ഇയിലോട്ട് എത്തുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പാറ്റേൺ കണ്ടുപിടിക്കുന്ന ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. UST D is related to VUWH. In a certain way, PAVG is related to QCYK. To which of the given option is ZJOU related? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ USTD VUWH. ഓക്കെ. അപ്പോൾ യു കഴിഞ്ഞിട്ട് വി +1. അപ്പൊ ഇവിടെ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം, PQ. ഓക്കെ, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഇസഡ് ആണ് ഇവിടെ ഉള്ള നമ്പർ, ഇസഡ് കഴിഞ്ഞിട്ട് എ ആണ് വരുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഫസ്റ്റ് ഒരു ലെറ്റർ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം യു വി പി ക്യു ഇസഡ് കഴിഞ്ഞിട്ട് എ ആണ് വരുന്നത്. അപ്പൊ ALR Y ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സർക്കിൾ ഇടുന്നത് ഫീമെയിലിനാണ്, സ്ക്വയർ ഇടുന്നത് മെയിലിനാണ്. ഓക്കെ. അപ്പോ Q ഇസ് ദ ഡോട്ടർ ഓഫ് P. Q ഇസ് ദ ഡോട്ടർ ഓഫ് P. അപ്പോ Pരെ ഡോട്ടർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ സണ്ണും ഡോട്ടറും റിലേഷൻ വരെ നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലി അല്ലേ ഇടുന്നത്. ഓക്കെ. P ഇസ് ദ ഫാദർ. അപ്പൊ Pരെ ജെൻഡർ എന്താണെന്ന് മനസ്സിലായി, മെയിൽ ആണെന്ന് മനസ്സിലായി. P ഇസ് ദ ഫാദർ ഓഫ് R എന്ന് പറഞ്ഞാൽ Qന്റെ ഒരു സഹോദരനോ സഹോദരിയോ ആണ് R എന്ന് മനസ്സിലായി, കാരണം P ആണ് രണ്ടുപേരുടെയും ഫാദർ. R ഇസ് ദ വൈഫ് ഓഫ് S. R വൈഫ് ആണെന്ന് പറയുന്നുണ്ട്, അപ്പൊ അവര് പെണ്ണാണ്. ഓഫ് S, മാരീഡ് ആവുമ്പോഴേ എന്താ ഈ സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. S അപ്പൊ എന്താണ്? മെയിലാണ്. T ഇസ് ദ സൺ ഓഫ് S. T ഇസ് ദ സൺ ഓഫ് S. How is Q related to T? Q related to T ആണ് ചോദ്യം. അപ്പൊ Q related to T എന്ന് പറഞ്ഞാൽ Tരെ മദറിന്റെ സിസ്റ്റർ. ഓക്കെ. അപ്പൊ എന്താണ്? Tരെ മദറിന്റെ സിസ്റ്റർ, മദേഴ്സ് സിസ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Q റിലേറ്റഡ് ടു T ആണ്. അപ്പൊ ആരാണ്? Tരെ മദറിന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമുക്കൊരു പസിൽ അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 പേര് ഒരു സർക്കുലർ ടേബിളിൽ ഫേസിങ് ദ സെന്റർ. അപ്പോൾ സർക്കിൾ വരച്ച് എഴുന്നേക്കാട്ടി ഇങ്ങനെ നമ്മൾ വരച്ച് എഴുതുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ 7 പേരായില്ലേ? ഫേസിങ് ദ സെന്റർ, എല്ലാവരും സെന്ററിലോട്ട് നോക്കിയിരിക്കുകയാണ്. നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. Only 2 persons sit between K and I when counted to the right of K. Okay. Only 3 persons sit between H and C when counted from the right of C. I sit to the immediate right of C. ഞാനിപ്പോൾ ഇത് വെച്ച് തുടങ്ങിയാൽ കണ്ടിന്യൂഷൻ ഇല്ല. ഈ കെയും ഐയും കണ്ടിന്യൂഷൻ ആകെ ഉള്ള ഇവിടെ C വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ചാടി ഇങ്ങോട്ട് വരണം, C വരച്ചാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതിനെക്കാട്ടിയും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് only 3 persons sit between H and C. അപ്പൊ എച്ചിന്റെയും സിയുടെയും ഇടയ്ക്ക് 3 ആൾക്കാരെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ when counted from the right of C. ഞാനിപ്പോൾ ഇവിടെ C ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. റൈറ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 3 ആൾക്കാരാണ് സിയുടെയും എച്ചിന്റെയും ഇടയ്ക്കുള്ളത്. അപ്പൊ ഇവിടെ H. ഓക്കെ,
ഇനി അടുത്തത് ഐ സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. ഐ സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ? ഓൺലി 2 persons സിറ്റ് ബിറ്റ്വീൻ. ഐയും കെയും ഐയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓൺലി 2 persons ബിറ്റ്വീൻ കെ ആൻഡ് ഐ വെൻ കൗണ്ടഡ് ടു ദ റൈറ്റ് ഓഫ് കെ. എന്നാൽ ഐയും കെയും കെയിന്റെ ഇടയ്ക്ക് 2 ആൾക്കാരേ ഉള്ളൂ. ഇവിടെ 2 ആൾക്കാരിട്ട കെ ഇവിടെ വരണമായിരുന്നു, അപ്പൊ ഇവിടെ പറ്റത്തില്ല. ഇവിടെ 2 ആൾക്കാരിട്ട് കെ ഇവിടെ പറ്റും. വെൻ കൗണ്ടഡ് ഫ്രം ദ റൈറ്റ് ഓഫ് കെ. കെ റൈറ്റ് എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2 പേരാണ് ഉള്ളതെന്നാ പറയുന്നത്. ഓക്കെ, ഇനി ജി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എൽ. അപ്പൊ ജിയും എല്ലും അടുത്തടുത്തിരിക്കാൻ പറ്റണം. ജി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജി ഇവിടെ എടുത്താൽ എൽ ഇവിടെ എടുക്കണം. എല്ലിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ജി വരുന്നത്. അകത്തോട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൂ സിറ്റ് ഫോർത്ത് റൈറ്റ് ഓഫ് ഡി. അപ്പൊ ഡി ബാലൻസ് ഒരു ഡിയേ ഉള്ളൂ. ഫോർത്ത് റൈറ്റ് ഓഫ് ഡി ആരാണ്? 1 2 3 4. ജി ആണ് ഫോർത്ത് റൈറ്റ് ഓഫ് ഡി. 1 2 3 4. ഓക്കെ, ഫോർത്ത് റൈറ്റ് ഓഫ് ഡി ആരാണ്? ജി. അപ്പൊ വരയ്ക്കുന്ന മനസ്സിലായോ? കണക്ഷൻ കിട്ടുന്ന രീതിയിൽ വരച്ചാൽ 2-3 പോസിബിലിറ്റി ഒന്നും വരയ്ക്കേണ്ടി വരത്തില്ല. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരച്ചു പോവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ദിവസത്തിലോട്ട് പോവാം നമുക്ക്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് 5#3 ചെയ്യുമ്പോൾ നമുക്ക് 8 വരുന്നുണ്ട്. 7#2 ചെയ്യുമ്പോൾ നമുക്ക് 9 വരുന്നുണ്ട്. അപ്പോൾ 9#4 ചെയ്താൽ എന്താവും ആൻസർ? 5#3 എന്ന് പറഞ്ഞാൽ 5ന്റെ കൂടെ 3 എന്ത് ചെയ്താൽ 8 വരിക? 5 + 3 എന്ന് ആലോചിച്ച് നോക്കിയേ. 5 + 3 ആകുമ്പോൾ 8 വരുന്നുണ്ട്. 7 + 2 ആകുമ്പോൾ 9 വരുന്നുണ്ട്. അപ്പൊ പ്ലസ്, ഹാഷിന്റെ മീനിങ് പ്ലസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ 9 + 4 എത്ര ആയിരിക്കും വരിക? ഹാഷിന് പകരം പ്ലസ് ഇട്ട് കൊടുക്കുക, 13. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 13 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് വാട്ട് ഷുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരേണ്ട ആളാരാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. EFGH. അപ്പൊ പാറ്റേണിൽ സ്പീഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ +1 പാറ്റേണിൽ പോവാം. EFGHI. ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഇതായിരിക്കും, ഒന്നുകിൽ ഇതായിരിക്കും, ഒന്നുകിൽ ഇതായിരിക്കും. അപ്പൊ ഇതല്ലെന്ന് മനസ്സിലായി. ഇനി ബി, രണ്ടാമത്തെ ലെറ്റർ നോക്കുക. BCDE. അപ്പൊ അടുത്തത് എന്തായിരിക്കും? എഫ് ആയിരിക്കും. എഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. +1 പാറ്റേണിൽ പോവാ. രണ്ടാമത്തെ ലെറ്റർ BCDE F. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തിലോട്ട് പോവാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ എ പേപ്പർ ഇസ് ഫോൾഡഡ് ആൻഡ് പഞ്ച്ഡ്. നമ്മൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഷേപ്പിന് മുറിച്ചെടുത്തു, പഞ്ച് ചെയ്തെടുത്തു. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? ഇനി ഒന്ന് തുറക്കുവാണ്, അൺഫോൾഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഏത് ഫിഗർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉത്തരം വരിക? അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം, ഇവരിത് എങ്ങനെയാണ് മടക്കിയേക്കുന്നേ? ആദ്യമേ ഇങ്ങനെ മടക്കി, നമ്മൾ ഇങ്ങനെ മടക്കത്തില്ലേ, ഇങ്ങനെ മടക്കി, പിന്നെ ഇതിനെ രണ്ടാക്കി. ഇതാണ് സംഭവം. എന്നിട്ട് പഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഭാഗത്ത്. അപ്പൊ ആദ്യമേ ഇതിനെ ഇങ്ങോട്ട് തുറക്കും അല്ലേ? ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തുറക്കും. ഇതിനെ ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ സംഭവം തിരിഞ്ഞിങ്ങോട്ട് വരത്തില്ലേ അല്ലേ? അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു മിറർ വെച്ച പോലെ ആവും. ഇത് തിരിഞ്ഞ് അപ്പുറത്തോട്ട് വരും. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ പോയിന്റ് ഇങ്ങനെയും വരും, ഇത് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരും. ഇത് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു വരും. ഇതിന്റെ പോയിന്റ് ഇതിനെ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കും. അപ്പൊ പോയിന്റ് അങ്ങനെ ഫേസ് ചെയ്തത് ഇരിക്കുന്നത് കണ്ട് തന്നെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ ഫിഗർ തന്നെ അതേപോലെ നിൽക്കും. നമ്മുടെ ആൻസർ എന്താണ്? ഇതാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അങ്ങോട്ട് തിരിഞ്ഞ് തന്നെ വരത്തില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല, ഇത് വരത്തില്ല, ഇത് വരത്തില്ല. ഈ ഫിഗർ ഇവിടെ നമ്മൾ പഞ്ച് ചെയ്ത ഇത് അതേപോലെ തന്നെ ഇരിക്കും. ഇത് അപ്പുറത്ത് പോകുമ്പോഴോ, അപ്പുറത്ത് പോകുമ്പോൾ അതങ്ങ് തിരിഞ്ഞു വരും. അപ്പൊ നമ്മുടെ ആ പോയിന്റ് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. ഇവിടെ ഉള്ള ഫിഗർ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ അല്ലേ, ഞാൻ ജസ്റ്റ് ചെറുതാക്കി വരയ്ക്കുകയാണ്. ഇതാണ് ഫിഗർ.
നമ്മൾ ഇതിനെ ഇങ്ങോട്ടെടുത്ത് തിരിച്ച് ഇങ്ങോട്ട് തുറക്കുവാണ്. തുറക്കുമ്പോൾ ഇവിടെ ഒരു മിറർ വെച്ചേക്കുന്നതായിട്ട് ആലോചിക്കുക. മിറർ വെച്ചേക്കുമ്പോൾ അടുത്തുള്ളത്, ഇതിന്റെ അടുത്ത്, മിററിന്റെ അടുത്തിരിക്കുന്ന ഇതിന്റെ ഈ മൊനമ്പല്ലേ അല്ലെങ്കിൽ ആ ടിപ്പല്ലേ, ആ ടിപ്പ് തന്നെ ഈ മിററിൽ ഫേസ് ചെയ്തിരിക്കണം. പിന്നെ ഇത് എങ്ങനെ പോയാലും ഇങ്ങനെ തന്നെ വരച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മിറർ വെച്ച പോലെ ചിന്തിക്കണം. ഇവിടെ മിറർ വയ്ക്കുമ്പോൾ ഇതിന്റെ ഈ ഭാഗം ആദ്യമേ വരും, പിന്നെ ഇതിന്റെ മുകളിലുള്ളത് പിന്നെ വരും, പിന്നെ ഈ ഭാഗം അവിടെ അതേപോലെ തിരിഞ്ഞങ്ങിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു മിറർ വെച്ച പോലെ ആലോചിക്കുക. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും, പിന്നെ ഈ ഭാഗം അതേപോലെ തിരിഞ്ഞു വരും. ഇതാണ് സംഭവം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഒരു വെൻ ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് ഇല്ലുസ്ട്രേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ്. അപ്പോൾ ഇതിൽ ഏത് വെൻ ഡയഗ്രാം ആണ് ഈ ഒരു റിലേഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഏഷ്യ, ബാംഗ്ലൂർ, ഇന്ത്യ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യയുടെ അകത്തുള്ള ഏഷ്യയാണിത്. ഏഷ്യയുടെ അകത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അകത്തുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ആണല്ലോ. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് വരുന്ന പടം ഇതല്ലേ. ഇതൊക്കെ എന്ന് വെച്ചാൽ രണ്ടെണ്ണം മാത്രമേ റിലേഷൻ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരാൾ വേർതിരിഞ്ഞ് നിൽക്കുവാണ്. ഏഷ്യയുടെ അകത്ത് വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അകത്ത് വരുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റും? അവർ തമ്മിൽ 3 പേര് റിലേറ്റഡ് അല്ലേ. അപ്പോൾ ഇതിന്റെ അർത്ഥം കുറച്ച് പേര് തമ്മിലേ റിലേഷൻ ഉള്ളെന്നാണ്. അതും പറ്റത്തില്ല, ഇതും പറ്റത്തില്ല. ഇവർ 3 പേരും തമ്മിൽ ഒരു റിലേഷനും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് ഒരു സീരീസ് ആണ്. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? 18 22 പോയി +4, 22 27 പോയി +5, 27 33 പോയി +6, 33 40 പോയി +7, 40 ഇനി അടുത്തത് 4 5 6 7, ഇവിടെ 8 അല്ലേ. അപ്പൊ 48 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? 48 ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The position of how many letters will remain unchanged if each of the letters in the word alternating is arranged in reverse English alphabetical order. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് അല്ല, ഓൾട്ടറിംഗ് എന്ന് പറയുന്ന വേർഡ് എടുക്കുന്നു. അതിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ലെറ്റേഴ്സിന്റെ പൊസിഷൻ അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിവേഴ്സ് ആൽഫബറ്റിൽ ഓർഡറിൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഇവിടെ നിന്ന് റിവേഴ്സ് ആലോചിക്കുന്നതിനെക്കാട്ടി നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. എന്ന് പറഞ്ഞാൽ എ ആദ്യമേ കൊണ്ട് ഇവിടെ എഴുതണം. എ കഴിഞ്ഞിട്ട് ബി സി ഡി ഇ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എഫ് ജി ഉണ്ട്. എച്ച് ഐ ഉണ്ട്. ജെ കെ എൽ ഉണ്ട്. എം എൻ ഒ പി ക്യു ആർ എസ് ടി. ഇതില് സെയിം പൊസിഷൻ ആയിട്ടിരിക്കുന്നത് എത്ര പേരുണ്ട്? ആരുമില്ലല്ലോ. അപ്പോൾ 0 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെയും പൊസിഷൻ മാറിയിട്ടുണ്ട്, ഒരാൾക്ക് പോലും സെയിം പൊസിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്തത്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വിച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഷുഡ് ബി ചേഞ്ച്ഡ് സോ ദാറ്റ് ദ എക്സ്പ്രഷൻ വിൽ ബിക്കം കറക്റ്റ്? അപ്പോൾ ഇതിലെ ഏത് എക്സ്പ്രഷൻ ആണ്, നമ്മൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റിയും തിരിച്ചു വിട്ടാലാണ് ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് വരിക? അപ്പോൾ 21 ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുക്കുവാണ്. ഡിവിഷൻ്റെ അവിടെ പ്ലസും പ്ലസിൻ്റെ അവിടെ ഡിവിഷനും.
അപ്പോൾ ആദ്യത്തെ പ്ലസ് മാറ്റി ഞാൻ ഡിവിഷൻ ഇടുക 8, പിന്നെ 8 കഴിഞ്ഞിട്ടുള്ള ഡിവിഷൻ മാറ്റി ഞാൻ പ്ലസ് ഇടുക 7 മൈനസ് 6 ഇൻറ്റു 4 22 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ 21 ഡിവിഷൻ 8 ചെയ്യുമ്പോൾ തന്നെ പോയിന്റ് വാല്യൂ ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം പോയിന്റ് വാല്യൂ അല്ല നമുക്ക് വേണ്ടത്, 22 ആണ് വേണ്ടത്. അപ്പൊ അത് വരത്തില്ല. അപ്പൊ ഫസ്റ്റ് അല്ല, പ്ലസ് മാറ്റി മൈനസ് ഇടണം. അപ്പൊ 21 മൈനസ് 8 ഡിവിഷൻ 7 പ്ലസ് 6 ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട 8 ഡിവിഷൻ 7 ചെയ്താലും പോയിന്റ് വാല്യൂ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഡിവിഷൻ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 8 ഡിവിഷൻ 7 ആവുമ്പോൾ പോയിന്റ് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും പറ്റത്തില്ല. ഇനി അടുത്തത് 21 ഡിവിഷനും ഇൻറ്റും കൂടെ ക്രോസ് ചെയ്യുന്നു. പ്ലസ് 8 ഇൻറ്റു 7 മൈനസ് 6 ഡിവിഷൻ 4. ഡിവിഷൻ ചെയ്യുമ്പോൾ 21 പ്ലസ് 8 ഇൻറ്റു 7 മൈനസ് 6 ഡിവിഷൻ 4 ചെയ്യാം. 6 ഡിവിഷൻ 4 ചെയ്യുമ്പോഴും നമുക്ക് എത്ര വരത്തുള്ളൂ? 3/2 ആണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, 3/2 ആകുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴെന്ത് ചെയ്യും? ആൻസർ നമുക്ക് പോയിന്റ് വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഇൻറ്റും പ്ലസും കൂടെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്, ഇൻറ്റും പ്ലസും. അപ്പോൾ 21 ഇൻറ്റു 8 ഡിവിഷൻ 7 മൈനസ് 6 പ്ലസ് 4. ഓക്കെ, അപ്പോൾ 21 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 7 എന്നാ വരുന്നത്, മൈനസ് 6 പ്ലസ് 4. രണ്ടും കൂടെ ക്യാൻസൽ, ഇവിടെ 3 എന്ന് വന്നു, ഇവിടെ 24 എന്ന് വന്നു. 24 മൈനസ് 6 പ്ലസ് 4, 24 മൈനസ് 2 എന്ന് വന്നു. 24 മൈനസ് 2 ആകുമ്പോൾ 22. നമ്മുടെ ആൻസർ എന്താണ്? ലാസ്റ്റ് ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ ലാസ്റ്റ് ഓപ്ഷൻ കിട്ടും. നമ്മൾ അതങ്ങ് ടിക്ക് ചെയ്ത് പോകണം, ഇങ്ങനെ ചെയ്ത് നോക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ലാസ്റ്റ് ഓപ്ഷൻ ചെയ്ത് കാണിച്ചാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ കൺക്ലൂഷൻ ദാറ്റ് ഫോളോസ്. സ്റ്റേറ്റ്മെന്റ് ഓൺലൈൻ ലേണിംഗ് ഹാസ് ഇൻക്രീസ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഏത് കൺക്ലൂഷനാണ് ഇതിനെ മാച്ച് ചെയ്യുന്നതെന്ന് പറയണം. ഓൺലൈൻ ലേണിംഗ് കാരണം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ 1-ൽ പറയുന്നത് എന്താ? സ്റ്റുഡന്റ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിസിക്കൽ ക്ലാസ്സസ്. അത് അങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മുടെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലൈൻ ക്ലാസ്സസ് ഇട്ടത് കാരണം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ കൂടിയെന്നേ പറയുന്നുള്ളൂ. ഓഫ്ലൈൻ്റെ ആള് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് തെറ്റ്. ടെക്നോളജി ഹെൽപ്സ് ഇൻ എൻഗേജിങ് സ്റ്റുഡൻസ്, അത് വേണമെങ്കിൽ പറയാം. ഓൺലൈൻ ലേണിംഗ് ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു ഇന്നോവേഷൻ. അപ്പോൾ ആ ടെക്നോളജി കാരണം സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റ് കൂടി, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് തെറ്റാണ്, ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ വരെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഉറപ്പായിട്ട് നല്ല സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചു പോയാൽ മതി, ടെൻഷൻ ആവണ്ട. അപ്പോൾ റീസണിങ്ങിനൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. കാരണം മാത്സ് നമുക്കങ്ങനെ ഫുൾ മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി കാരണം മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ റീസണിങ് ആകുമ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാപ്പി ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.